രാജസ്ഥാനിൽ വൻ സ്ഫോടക വസ്തുവേട്ട. ടോങ്ങിൽ നിന്നും 150 കിലോ അമോണിയം നൈട്രേറ്റ് പിടികൂടി. വാഹന പരിശോധനയ്ക്കിടെ കാറിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത്. 2 പേർ ഇപ്പോൾ അറസ്റ്റായിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ പ്രാഥമിക അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്? പുതുവത്സര ആഘോഷങ്ങൾ നടക്കാനിരിക്കുന്നു. എങ്ങനെയാണ് ഇതിനെ കാണുന്നത് സുരക്ഷാ ഏജൻസികൾ? ബൽറാം. ഉന്മേഷ്, ഈ ന്യൂ ഇയർ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പതിവ് വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് രാജസ്ഥാനിലെ ടോങ്കിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ വൻതോതിൽ പിടികൂടിയിരിക്കുന്നത്. ഒരു കാറിൽ പരിശോധന നടത്തുന്നതിനിടെ കാറിന്റെ ഡിക്കിയിൽ യൂറിയ ചാക്കിനകത്ത് സൂക്ഷിച്ച നിലയിലായിരുന്നു, അല്ലെങ്കിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു 150 കിലോയോളം അമോണിയം നൈട്രേറ്റ് എന്ന ഉഗ്രസ്ഫോടന ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തത്. ഇതിനോടൊപ്പം തന്നെ 200 കാട്രിഡ്ജുകളും 6 ബണ്ടിൽ ഏതാണ്ട് 1100 മീറ്ററോളം ഫ്യൂസ് വയറും പിടികൂടിയിട്ടുണ്ട്. ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന 2 പേർ, സുരേന്ദ്ര മോച്ചി എന്നീ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഇത്രയും വലിയ അളവിലുള്ള സ്ഫോടക വസ്തുക്കൾ അത് എന്തിനാണ് കൊണ്ടുപോയിരുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇത് കോറികളിൽ ഉപയോഗിക്കുന്നതിനാണോ, അല്ലെങ്കിൽ ഈ സ്ഫോടക വസ്തുക്കൾക്ക് ഭീകരവാദ ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് മാത്രമായിരിക്കും വ്യക്തമാവുക എന്നാണ് രാജസ്ഥാൻ പോലീസ് അറിയിക്കുന്നത്. ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഈ നേരത്തെ ഡൽഹിയിൽ നിന്നും ഫരീദാബാദിൽ നിന്നും 2900 കിലോയോളം അമോണിയം നൈട്രേറ്റ് സ്ഫോടക വസ്തു പിടികൂടുകയും തുടർന്ന് അത് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ആ സംഘത്തിൽ ഉൾപ്പെട്ട വൈറ്റ് കോളർ സംഘത്തിൽ ഉൾപ്പെട്ട ഡൽഹിയിൽ സ്ഫോടനം നടത്തുകയും ചെയ്തത്. ഇതിന്റെ എല്ലാം തന്നെ പശ്ചാത്തലത്തിൽ ഡൽഹി NCR മേഖലകളിൽ ഉൾപ്പെടെ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ന്യൂ ഇയർ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട പൊതു ഇടങ്ങളിൽ ആളുകൾ ഒത്തുകൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഇടങ്ങളിൽ ഉൾപ്പെടെ അതീവ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഡൽഹിയിലെയും സമീപ സംസ്ഥാനങ്ങളിലെയും പോലീസ് സേനകൾക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ പിടികൂടിയ സ്ഫോടക വസ്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഉന്മേഷ്. ശരി ബൽറാം. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.